എന്റെ കേസ്, അതായത് അണ്ണാറക്കണ്ണൻ തന്നാലായതെന്നുള്ള രീതിയിൽ ആണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം എൻ്റെ അനുഭവങ്ങൾ, എനിക്ക് സാമ്പത്തികം കൊടുത്തോ അല്ലെ മറ്റെന്തെങ്കിലും കൊടുത്തോ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. മുഴുവൻ പറയാൻ നേരം കിട്ടുകയില്ല, കാരണം സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എൻ്റെ സ്നേഹനിധിയായ അരുൺകുമാർ സാർ മല്ലപ്പള്ളിയിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തായിരുന്നു. അതിൽ എൻ്റെ സുഹൃത്ത് പ്രസാദ് സാറ് BSNL, ഞാൻ എന്നെ പറ്റി പറഞ്ഞില്ല, ഞാൻ പറയാം. ഞാൻ BSNL ഒരു റിട്ടയർഡ് സ്റ്റാഫാണ്. അത് കഴിഞ്ഞ് ഞാൻ പറയാൻ വന്നത്, എനിക്ക് 2017 ഒരു H1N1 എന്നുള്ള ഒരു പനിയുണ്ടായി. ആകെപ്പാടെ ശ്വാസകോശം മൊത്തം തകർന്നു. ഞാൻ ഉദയഗിരിയിൽ അഡ്മിറ്റായി. 7 ദിവസം ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നിട്ടും രക്ഷയില്ലാതെ വന്നു. അവസാനം സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മന്നത്തിൻ്റെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ഡോക്ടറെ നന്ദകുമാർ സാർ എന്ന് പറയുന്ന ഉദയഗിരിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ റിസൾട്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ആ ആംബുലൻസ് ഇരുന്നോട് തന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഇങ്ങോട്ട് കയറ്റി കിടത്തണ്ട, എത്രയും വേഗം കാരിത്താസിലേക്ക് വിട്ടു, പേപ്പറൊക്കെ റെഫർ ചെയ്യാം, പേയ്മെന്റ് ഒക്കെ പിന്നെ ചെയ്താൽ മതി, പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞ അവിടെ നിന്ന് ഒരു നേഴ്സിനെ വണ്ടിയെ കയറ്റി, ഒപ്പം ഓക്സിജൻ പ്ലാന്റും ഒക്കെ ഫിറ്റ് ചെയ്ത് നേരെ അടിച്ച് കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ കാഷ്വാലിറ്റി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ വന്ന് ഈ റിസൾട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വിട്ടുപൊക്കൂ, ഇനി ഇങ്ങോട്ട് കയറ്റിയിട്ട് കാര്യമില്ല, കാരണം 20% നിങ്ങൾക്ക് ശ്വാസകോശം ഉള്ളൂ എന്ന് എൻ്റെ മകനോടാണ് പറയുന്നത്. എനിക്കിതെല്ലാം കേൾക്കാം, പക്ഷേ എന്നോടല്ല പറയുന്നത്. മകൻ ഇത് കേട്ട് കഴിഞ്ഞാൽ അവനാകപ്പാടെ സ്ട്രക്കായി. എന്താ ചെയ്യേണ്ട, കയറ്റി കിടത്താനുള്ള മാർഗം ഇല്ല, കാരണം നേരം വെളുപ്പിക്കുകയില്ല എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ കാലും കൈയും പിടിച്ചേതായാലും കൊള്ളാം, അവിടെ അഡ്മിറ്റാക്കി നേരെ ഐസൊലേഷൻ വാർഡിൽ കിടത്തി. അവര് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം നരമ്പുകളുണ്ടോ അത്രയും തന്നെ പുറത്തൂടെ കുഴലുകളെല്ലാം കയറ്റിയിട്ട് ഞാൻ ആകപ്പാടെ ഒരു വല്ലാത്ത കണ്ടീഷനിലെത്തി. അവസാനം അങ്ങേര് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 80 ദിവസം ഞാൻ ഐസൊലേഷൻ വാർഡിൽ കിടന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഇപ്പം ഒരു കാര്യം ചെയ്യേ, ഓക്സിജൻ പ്ലാന്റ് വീട്ടിൽ തന്നെ ഫിറ്റ് ചെയ്തുകൊണ്ട് കിടക്കുക, കാരണം 80 ദിവസത്തെ ഐസൊലേഷൻ വാർഡിലെ ബില്ലെന്ന് പറയുന്ന മോശമല്ല. അത് കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഈ ഓക്സിജൻ പ്ലാന്റ് നമ്മുടെ മുറിയിൽ തന്നെ വാടകയ്ക്ക് എടുത്ത് ഫിറ്റ് ചെയ്ത് 45 ദിവസം കൂടെ കിടന്നു. ഓരോ 10 ദിവസം കൂടുമ്പോഴും ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി കൊടുക്കുന്ന 45ാമത്തെ ദിവസം ആ ഡോക്ടർ ദീപു M എന്ന് പറയും, പൾമോളജിസ്റ്റ് ആണ്, കോട്ടയം കാരിത്താസിൽ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് PFT എടുത്തപ്പോൾ ഇപ്പോൾ 64% ഉണ്ട്, ഇത്രേ കിട്ടുകയുള്ളൂ, നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, ഈ വീട്ടിൽ തന്നെ കുറച്ച് റെസ്റ്റ് ചെയ്ത് അത്യാവശ്യം മുറ്റത്തൂടെ ഒക്കെ നടക്കുക, അതല്ലാതെ കൂടുതൽ കട്ടിപ്പണി ചെയ്യാനോ ഒന്നും പോകണ്ട, അത്രയൊക്കെ കിട്ടുകയുള്ളൂ, ഞങ്ങളുടെ അലോപ്പതിയിൽ ഇതിൽ കവിഞ്ഞൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കണ്ട എന്നും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞാണ് എൻ്റെ സുഹൃത്ത് പ്രസാദ് സാറും ഈ അരുൺ സാറിൻ്റെ മീറ്റിങ്ങിന് ഒന്ന് പോകാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അരുൺ സാറിൻ്റെ ആ ഒരു നല്ല വാക്കില് ഇപ്പൊ ഇന്ന് അഞ്ജലി ഡോക്ടർ പറഞ്ഞ ആയുഷ്വാസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാ പറഞ്ഞിരുന്നത്. ആ ആയുഷ്വാസിനെ സംബന്ധിച്ച് സാറും ശരിക്കും അത് പറഞ്ഞു തന്നപ്പം എനിക്ക് തോന്നി ഇതൊന്ന് ഉപയോഗിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആയുഷ്വാസ് ഉപയോഗിച്ച് അത് അന്ന് തന്നെ ഒരു ID ഇട്ട് അത് കൂടെ വാങ്ങിച്ച്, അപ്പം നമ്മുടെ കിട്ടാനുള്ള MRP കൊടുക്കണ്ടല്ലോ. അങ്ങനെ അതൊരു 20 ദിവസം കഴിച്ചു കഴിഞ്ഞ് ഞാൻ ചെക്കപ്പിന് പോകേണ്ട സമയമായി. ചെക്കപ്പിന് പോയി അവിടെ ചെന്ന് വീണ്ടും PFT എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് 64% എന്ന് പറയുന്നത് 82% ആയിട്ട് വന്നു. അപ്പോൾ അത് 18% എനിക്ക് ഡെവലപ്പ് ചെയ്ത് 20 ദിവസം ആയുഷ്വാസം മാത്രമേ കഴിച്ചുള്ളൂ അന്ന്. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു സംശയം ഉണ്ടായി, ഏതാണ്ട് ഒരു വലിയ മിറക്കിളാണല്ലോ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ പ്രത്യേകിച്ചൊന്നും തന്നിട്ടുമില്ല, നിങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അതുകൊണ്ടായിരിക്കും, ഏതായാലും ഇത് ഇനി മരുന്നൊന്നും കഴിക്കണ്ട, ഒന്നും തരുന്നുമില്ല, നിങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടു, ഇനി അത്യാവശ്യം ഒരു 4 കിലോമീറ്റർ നടക്കുമോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആ വാക്കിന് വന്നതിൻ്റെ ആ പ്രാവശ്യത്തിൽ തന്നെ വിഷുവിന് ഞാൻ നേരെ
ശബരിമലയ്ക്ക് പോയി. ആ കയറ്റം നീലിമല കയറി 5-6 കിലോമീറ്റർ പമ്പയിൽ നിന്ന് കയറാനുണ്ട്. ആ കയറ്റം കയറിയിട്ട് എനിക്ക് ഒരണപ്പും വന്നില്ല, ഒരു ബുദ്ധിമുട്ടും വന്നില്ല. അത് കഴിഞ്ഞ് തിരിച്ച് സുഖമായിട്ട് ദർശനവും കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു. അതിന്റെ 10 ദിവസം കഴിഞ്ഞപ്പോൾ നേരെ പളനിമലയ്ക്ക് പോയി. 1008 പടിയാ. ആ 1008 പടി ഞാൻ സാധാരണ നേരത്തെ പോകുമ്പോൾ ഒരു പ്രാവശ്യമേ കയറുള്ളൂ. കാരണം രാവിലെ കയറി തിരിച്ച് ഇറങ്ങി വരുമ്പോൾ ടയർഡാകും, റൂമിൽ കിടക്കേ ഉള്ളൂ. എനിക്ക് അന്നേരം തോന്നി വൈകിട്ട് കൊടുന്ന് പോകണം, ഈ തങ്കരസം കാണണമെന്ന്. വൈകിട്ട് 6 മണിക്ക് പോയി 7 മണിയായപ്പോൾ തങ്കരസം കാണാൻ അവിടെ 1 മണിക്കൂർ കൊണ്ട് ഈ 1008 പടി ചവിട്ടി കയറി. എനിക്ക് ഒരണപ്പം വന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആ പ്രൊഡക്റ്റിന്റെ സത്യം പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അകത്തെ മിറക്കൾ എന്നറിയത്തില്ല. ഇപ്പൊ ഇന്ന് പറഞ്ഞു പിന്നെ ഉണക്കമുന്തിരിയും ആടലോടവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം, കാരണം സംഗതി ടേസ്റ്റിയാണ്. പക്ഷേ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഞാൻ വീണ്ടും ഒരു ബോട്ടിലൂടെ വാങ്ങിച്ച് കഴിച്ചു. എനിക്കിപ്പം അങ്ങനെ ശ്വാസകോശത്തിൻ്റെതായ യാതൊരു വിഷയവും ഇല്ല. അത് ഞാനിപ്പം മുമ്പേ ആദ്യം ഒന്ന് പറഞ്ഞ് അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞതിൽ ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ വാക്കിൻ്റെ ഒരു നന്മ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം നമ്മുടെ ഈ ആയുഷ് എലിമെന്റ്സിൻ്റെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആരായാലും കേൾക്കുന്നവര് ആരായാലും അവരവരുടെ അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അല്ലെ അതിൻ്റെ വർക്ക് ചെയ്യുന്ന കണ്ടസ്റ്റ് ആരെങ്കിലും ആണെങ്കിലും അവരോട് ഇത് വാങ്ങിച്ചു കഴിച്ചാൽ അതിൻ്റെതായ പ്രയോജനം നമ്മൾ 1000 രൂപയോ 10,000 രൂപയോ ലക്ഷം രൂപയോ മുടക്കി ചെയ്യുന്നതിൻ്റെ പ്രയോജനം നിസ്സാര കേസിൽ നമ്മുടെ ആരോഗ്യം ഡെവലപ്പ് ചെയ്തെടുക്കാം. അത് എൻ്റെ ഒരു അനുഭവം. അടുത്തത്, ഞാൻ എൻ്റെ മൂത്ത സഹോദരി ഇപ്പൊ 3 കൊല്ലമായി, 78 വയസ്സ് ഉള്ളപ്പോഴത്തേക്ക് പറന്നടയ്ക്കാൻ അമ്പലത്തിൽ പോയതാ. പറന്നടച്ച കൂട്ടത്തില് ഈ നെല്ലിന്റെ പൊടി ഉമ വന്നിട്ട് ഈ തൊണ്ടക്കുഴി വന്ന് ചുമയങ്ങോട്ട് തുടങ്ങി. വീട്ടിൽ പറയ നിറച്ച് വീട്ടിൽ വന്നപ്പോൾ അവരും താമസിക്കുന്നത് നെടുങ്കുന്നത്താണ്, ശാസ്താംകാവ് അമ്പലത്തിന്റെ അടുത്താണ്. അവരും ഭർത്താവും മാത്രമേ ഉള്ളൂ, മക്കളില്ല. അവര് രണ്ടും താമസിച്ചോണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പറ നിറച്ച് ഇവിടെ വന്ന് ചുമയങ്ങോട്ട് കൂടിക്കഴിഞ്ഞ് ശ്വാസം മുട്ടലായി. പിന്നെ വിളിച്ചു പറഞ്ഞതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ, സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റാക്കി, ICUവിലാക്കി. 19 ദിവസം ICUവില്. അപ്പോൾ അവര് ECG എടുക്കുന്നു എന്ന് വേണ്ട സർവ്വ ടെസ്റ്റിങ്ങും അവിടെ നടത്തി കഴിഞ്ഞു. ആള് ഇവിടുന്ന് പോയതിനേക്കാൾ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കുക. അവസാനം അവർ പറഞ്ഞു, ഇത് ഒരു സ്റ്റെൻഡ് ഇട്ട് ഒരു ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്, ആൻറ്റിയോഗ്രാം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആൻറ്റിയോഗ്രാം ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് തന്നേക്കാൻ പറഞ്ഞു. ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച് തിരിച്ച് അവിടെ അപ്പൊ ഇതിനിടയ്ക്ക് പുള്ളിയുടെ ഹസ്ബൻഡ് മരിച്ചും പോയി. അപ്പൊ അവിടെ കൊണ്ട് താമസിപ്പിക്കാൻ ഒക്കില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇവിടെ മല്ലപ്പള്ളി തന്നെ കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞ ആംബുലൻസുകാർ ഇവിടെ കൊണ്ടുവരുമ്പം ബെഡ്ഷീറ്റിന് 4 മൂലയ്ക്കും പിടിച്ച് ഒരു ഡെഡ് ബോഡി കൊണ്ട് കിടത്തുന്ന രീതി കൊണ്ട് കിടത്തി. മിണ്ടുകയില്ല, ശബ്ദവും ഇല്ല, കണ്ണും അടച്ച് ഒരു ശവം കിടക്കുന്ന രീതി. മൂക്കി പഞ്ഞിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, ശ്വാസം എടുക്കുന്നുണ്ട്. ആ ഒരു പരുവത്തില് 32 കിലോ ആയിട്ട് ആ സ്ത്രീയെ ഇവിടെ കൊണ്ട് തന്നു. അപ്പോൾ അവരൊരു 10-18 ദിവസത്തെ ആന്റിബയോട്ടിക്കിന്റെ അതും ഇതും എല്ലാം കൂടെ അലോപ്പതി മരുന്ന് തന്ന ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കാം. ഇവര് വെള്ളം പോലും കുടിക്കുന്നില്ല, യാതൊന്നും കഴിക്കുന്നില്ല. ഈ വിഷഗുളിക അല്ലാതെ വേറൊന്നും കഴിക്കുന്നില്ല. ഒടുവില് എൻ്റെ അനിയനും ചേട്ടനും ഒക്കെ പറഞ്ഞു, ഇനി മരുന്നൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യേ, അതൊക്കെ അങ്ങ് നിർത്തിയേരി, ഇനി പോകുമ്പോ പോട്ടെ, അല്ല ഇപ്പൊ എന്താ ചെയ്യുക, 78 വയസ്സായില്ലേ. ഏതായാലും ഞാൻ ആ പറഞ്ഞത്, അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടി. ഒന്നും മരുന്ന് കൊടുക്കണ്ട, ചാകുമ്പോഴൊക്കെ ചാകട്ടെ എന്നുള്ള രീതിയിലായി. കാരണം കണ്ണു തുറക്കത്തില്ല, വർത്താനം പറയുകയില്ല, ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ശരി ഈ മരുന്നുകൾ കംപ്ലീറ്റ് അങ്ങ് മാറ്റിയിട്ട് ഫസ്റ്റിലെ ഡോസ് കൊടുത്തത് നമ്മുടെ 95, അതൊരു പറയാതിരിക്കാൻ പറ്റില്ല, അസൽ ബ്രഹ്മാസ്ത്രം എന്ന് വേണം പറയാൻ. ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ഒരു ഇത് പൊട്ടിച്ച് ഒരു പകുതി എടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് സ്പൂണില് കവളെ പിടിച്ച് പൊളിപ്പിച്ച് ഇച്ചിച്ച് 2-3 പ്രാവശ്യമായിട്ട് അത് അങ്ങനെ കൊടുത്തു. അങ്ങനെ 5 ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ കണ്ണു തുറന്നു. അപ്പോഴാ ഇത് ഈ വീടാണോ അവര് താമസിക്കുന്നതാണോ ഇതെവിടാണെന്നോ ഉള്ള അവര് ഈ ലോകത്തിൽ നിന്ന് പോയ ഒരു സ്ത്രീയാ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ഡെയിലി ഈ 95 കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ വിശപ്പ് വരാതിരിക്കാൻ ഉള്ള രീതിയിൽ സ്മരണ ഗോൾഡ് കൊടുത്തു. അത് കഴിഞ്ഞ് ശകലിച്ച കവചപ്രാശം കൊടുത്തു. ഇത്രയും അങ്ങോട്ട് കൊടുത്തു. ഒരു 8-10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അരമുറി ഇഡ്ഡലി കൊടുത്തു.
ആ ആള് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് 4 ഇഡ്ഡലി വരെ രാവിലെ കഴിച്ചു. പതുക്കെ എഴുന്നേൽപ്പിച്ചു, വാക്കറയില് ബാത്റൂമിൽ പോകാൻ തുടങ്ങി. അങ്ങനെ കൊണ്ടുപോയി ഇപ്പൊ ഞാൻ അതിശയം പറയല്ല, ആർക്കും കാണാവുന്നതാണ്. എടുക്കുന്ന എൻ്റെ കൂടെ 4 മാസം നിന്ന് 4 മാസം കൊണ്ട് ഇവര് എൻ്റെ വൈഫിനേക്കാളും ആരോഗ്യവതിയായി. തൊട്ട് വിജയൻകുട്ടി ചേട്ടനൊക്കെ നമ്മുടെ RTC ആകാൻ STC കഴിഞ്ഞ RTC ആകാൻ പോകുന്ന വിജയൻകുട്ടി ചേട്ടൻ എൻ്റെ തൊട്ടയിലൊക്കെ വിജയൻകുട്ടി ചേട്ടനൊക്കെ പറയാൻ ഇത് എന്തോ മിറക്കിളാ, എന്തോ കാണിച്ചത് ഈ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ആ ഒരു വൈഭവം. അത് എൻ്റെ ഒരു ആത്മധൈര്യമാണ്. കാരണം ഇതിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരിക്കുക നമ്മുടെ പ്രൊഡക്റ്റുകളെ. കാരണം ഒന്നിനും ദോഷമൊന്നും സംഭവിക്കുകയില്ല, ഇച്ചിരി കൂടിപ്പോയാലും ചാകുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ബലം കിട്ടി എന്നുള്ളത് അതൊരു വലിയ. ഇപ്പൊ തേണ്ട 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സ്വന്തം വീട്ടിൽ പോയി താമസിക്കണമെന്നും പറഞ്ഞു ഇപ്പൊ നെടുങ്കുന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തന്നെത്താനെ അരിവെച്ച് ആ മിറ്റമൊക്കെ പെരക്കകമൊക്കെ തൂത്ത് നല്ല ഓടി നടന്നു നല്ല സുഖമായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ 81 വയസ്സ് കഴിഞ്ഞു, 3 കൊല്ലമായി. ഇപ്പൊ അതാണ്ട് സുഖമായിട്ട് പോകും. നമ്മുടെ ആ പ്രൊഡക്റ്റിന്റെ ഒരു വൈഭവം പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള് പിന്നെ അമൃത എഞ്ചിനീയറിംഗ് കോളേജില് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക. അവളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ബഹുമിടുക്കനായ ഒരു കുട്ടിയാ, കണ്ണൂരുകാരനാ. അവന്റെ അമ്മ ഹയർ സെക്കൻഡറിയിലെ ഹെഡ്മിസ്ട്രസ്, അച്ഛൻ ബാങ്ക്. എന്തോ കേൾക്കുന്നില്ലേ? ഹലോ 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 കേൾക്കുന്നില്ലേ? അടുത്തത് എന്ന് പറഞ്ഞാൽ കണ്ണൂരുകാരനാണ്. അവന്റെ അച്ഛന് പിന്നെ ബാങ്ക് മാനേജരാണ്, അമ്മ ഹയർ സെക്കൻഡറി ഹെഡ്മിസ്ട്രസ് ആണ്. ഒറ്റ പുത്രന് ഒരു മകളുമാണ്. മകള് MBBS പഠിക്കുന്നു, മകൻ എഞ്ചിനീയറിംഗ് കോളേജ്. എൻ്റെ മോള് പഠിപ്പിക്കുന്ന കോളേജിൽ പഠിക്കുന്ന അവള് പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻ്റാ. ഇവനെ പാലായിലെ ബ്രില്യൻറ്റില് എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടു. അവിടെ വെച്ച് ഈ ഹരാസിങ് കുറെ സംഭവിച്ചു. ടീച്ചേഴ്സ് ആണെങ്കിലും പിന്നെ പിള്ളേരാണേലും. ചുരുക്കി പറഞ്ഞാൽ ഇവൻ മികവുമെടുക്കനായിരുന്നു. അവനോടുള്ള അസൂയയോ എന്തായാലും കൊള്ളാം. ഇവൻ ആകെപ്പാട് ടെൻഷനായി. എന്തായാലും അമൃതയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ആകെ വയലന്റ് ആകുക. വയലന്റ് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവനെ ഇടിക്കും, കുത്തനെ കുത്തും. ആ ഒരു രീതി. ഇവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. ഇങ്ങനെ അത് മോളിങ്ങനെ വന്ന് പറഞ്ഞ് അവര് ഒത്തിരി സ്ഥലത്ത് ട്രീറ്റ്മെന്റ് നടത്തിയതാ. എന്നിട്ട് ഇവന്റെ ഈ വൈകൃതം മാറുന്നില്ല. ഇവൻ ആകെപ്പാട് അങ്ങ് ടെൻഷനാ. പരീക്ഷ അന്ന് പോലും അവന് പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അച്ഛൻ എന്നെ പോലെ ഇരിക്കുന്ന എന്തോ വല്ല മാർഗമുണ്ടോ? ആ കൊച്ച് മിടുക്കൻ ചെറുക്കനായിരുന്നു, നല്ലപോലെ പഠിക്കുന്ന പയ്യനുമാ. അവൻ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാ പിന്നെ അവന് ഫൈറ്റർസ് ആദ്യം രാവിലെയും വൈകിട്ട് ഓരോ ഫൈറ്റർസ് കൊടുക്ക്. അതിന് ഇത്രയേ ഉള്ളൂ. അതാ ടീച്ചറിനോട് വിളിച്ചു പറഞ്ഞ് കണ്ണൂര് പറഞ്ഞ് അവര് കാശ് പിന്നീട് മോളുടെ കൊടുത്തു. അത് കുഴപ്പമില്ല. പക്ഷെ അവനത് കഴിക്കാൻ തുടങ്ങി. എന്തായാലും കൊള്ളാം. ഇപ്പത്തെ 8ാം സെമസ്റ്ററിലേക്ക് അവൻ പോയിരിക്കാൻ മുടുമുടുക്കൻ. അവൻ ആ ക്ലാസ്സിൽ 1ാവൻ. അപ്പൊ അതൊരു വലിയ റിസൾട്ടാ. ഇനി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു ക്യാൻസറിന്റെ ബ്രസ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞ ഒരു സ്ത്രീയെ എന്റെ പരിചയക്കാരിയാണ്. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇവര് കുറെ നാളായിട്ട് ഞാൻ കാണാറില്ല. എന്നോട് ഒരാൾ പറഞ്ഞു ഇന്ന പോലൊരു അസുഖമുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ പോയി കണ്ടു. അവിടെ ചെന്നപ്പോ അവര് ആ മുറിക്കകത്തുനിന്ന് വെളിയിൽ ഇറങ്ങുകയില്ല. കാരണം നല്ല ആരോഗ്യവതിയായിരുന്ന ഒരു 55-60 കിലോ തൂക്കം ഉള്ള നല്ല ഒരു 5.5 അടി പൊക്കത്തിൽ കുറയാത്ത ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ അവര് ചൂട്ടുപോലെ ഉണങ്ങി ആകെ വൈകൃതമായിട്ടിരിക്കുന്നു. മുറിക്കകത്തുനിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ മുഖം കൊടുക്കാൻ മടിയാ. കാരണം അത്രയും കണ്ട് അവരങ്ങ് തീരെ പോയി. ഹലോ 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 കേൾക്കുന്നില്ലേ? അപ്പൊ ഇതിനിടയ്ക്ക് ആരംഭ കയറി സംഭാഷണമുണ്ട്, അതാ ചോദിച്ചേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവരെ ഞാൻ പറഞ്ഞു ഞാനൊരു സംഗതി തരാം. ഏതായാലും ഇത് ബ്രസ്റ്റ് ഓപ്പറേറ്റ് ചെയ്തു എങ്കിലും ഇതിന്റെ അംശം കുറച്ച് കാണും. അതുകൊണ്ട് ആരോഗ്യം കീപ്പ് ചെയ്യാന്നുള്ളതാ. ഞാൻ ആദ്യം കൊടുത്തത് 95 ആണ്. 95 ഡെയിലി അങ്ങോട്ട് കൊടുത്തു. അതിന്റെ കൂടെ കവചപ്രാശവും കൊടുത്തു, പിന്നെ സ്പൈറമിന ഗോൾഡും കൊടുത്തു. ഇത്രയും 3 ഐറ്റം കൊടുത്തു കഴിഞ്ഞു. ഇവർ 1 മാസം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പ്
ചെക്കപ്പ് ചെയ്യാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചെക്കപ്പിന് പോകുന്നത്. അവര് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കിപ്പം ട്രീറ്റ്മെന്റ് ഇംഗ്ലീഷ് മരുന്ന് ഒന്നും ഇല്ലാതെ അവർ നല്ല ആരോഗ്യവതിയായിട്ട് സുഖമായിട്ട് അവരുടെ ശരീരവും കിട്ടി, അവർക്ക് നല്ല ആരോഗ്യവതിയായിട്ട് സുഖമായിട്ട് തന്നെ അവരിപ്പോ ഓടി നടക്കുന്നത്. എന്നെ കാണുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സന്തോഷം പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. അത്രയും ഞാൻ ചെയ്തത് അത്രയും നല്ല ഒരു കാര്യമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ പിന്നെ വേറെ ഒരു കക്ഷിയുണ്ട്, അവർ ഇവിടെ ഇല്ല. ആ കുട്ടി എന്റെ മകളുടെ ടീച്ചറിന്റെ മകളാണ്, അവൾ അയർലൻഡ് നേഴ്സാ. അവള് ഒരു കുട്ടിയെ പ്രസവിച്ചു, അവള് അവിടെ തന്നെ താമസിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ടീച്ചർ എന്നോട് പറഞ്ഞു, മോക്ക് തീരെ ഒരു ക്ഷീണമാണ്, വന്നാൽ ജോലിയും കഴിഞ്ഞു വന്നാൽ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോലും ആരോഗ്യമില്ല, പിന്നെ അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞു. അപ്പൊ അവരുടെ ഒരു കെയർ താമസം ഉണ്ടായിരുന്നു. അതിന് ആ കുട്ടി ഇവിടെ വന്നപ്പോ ഞാൻ അതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാന് നമ്മുടെ കവചപ്രാശവും 95 ഒരു വുമൺ കമ്പാനിയനും കൂടെ കൊടുത്തു. അപ്പൊ പീരീഡ്സ് കറക്റ്റ് അല്ല എന്ന് ആ കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞപ്പോ ആ വുമൺ കമ്പാനിയും കൊടുത്തു. അപ്പം മൂത്ത കുട്ടിക്ക് 4-5 വയസ്സായി. അപ്പം അടുത്ത ഒരു കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയില്ല. ഏതായാലും കൊള്ളാം, ഞാൻ ഈ വുമൺ കമ്പാനിയന് ഒരു 2 ബോട്ടിൽ, ഒരു ബോട്ടിൽ ഇവിടെ വെച്ച് കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് 2 ബോട്ടിൽ ഇവിടെ പോയപ്പോൾ അതും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോ അവള് പ്രസവിച്ചു. 1.5 ഒരു കുഞ്ഞ്, 2.25 കിലോയില് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവർക്ക് വലിയൊരു സന്തോഷം. അപ്പൊ പിന്നെ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒരുപാട് കേസുകൾ. 8 മണിയാകുമ്പോ സാറേ ഞാൻ നിർത്താം. അപ്പൊ ചുരുക്കി പറഞ്ഞ അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റുകള് ഒന്നിനൊന്ന് എല്ലാ 100-120 പ്രോഡക്റ്റുകളുണ്ട്, ഒന്ന് മെച്ചമാ. ഇപ്പൊ ഞാൻ ഈ കൊടുത്ത ഐറ്റങ്ങൾ മാത്രമേ വന്നുള്ളൂ, ഇനിയും കൊടുത്തോണ്ടിരുന്നതൊക്കെ വേറെയാണ്. അപ്പൊ എന്നെ ശ്രമിച്ച എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും എന്റെ നന്ദി, നമസ്കാരം. സാറേ നമസ്കാരം. താങ്ക് യു സാറേ. ഇനി ഒരുപാട് റിസൾട്ടുകൾ ലഭ്യമാകട്ടെ. ഒരുപാട് നേട്ടം.